അപ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്, വെളിച്ചെണ്ണ. മതി മതി. അപ്പോൾ അതിലേക്ക് പൈനാപ്പിൾ കൊട്ടുകയാണ്. പൈനാപ്പിൾ ഇതുപോലെ മുറിച്ചെടുത്തത്. എത്ര പൈനാപ്പിൾ ഉണ്ട്? 2 പൈനാപ്പിൾ കേട്ടോ, അതിടുക. ഇതൊന്ന് ഇളക്കുക, നല്ലപോലെ ഇളക്കുക. നല്ലപോലെ ഇളക്കി ഈ പൈനാപ്പിളിൻ്റെ വെള്ളമൊക്കെ ആ എണ്ണയിലേക്ക് ഇറങ്ങി അതൊക്കെ വെറ്റിയതിന് ശേഷം ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർക്കും. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റി അതിലേക്ക് നമ്മൾ തൈര് ചേർക്കുകയാണ്. ഇതിൽ 1 പാക്കറ്റ് തൈര് ഒഴിക്കുന്നുണ്ട്. ഇനി 1 പാക്കറ്റും കൂടി ഒഴിക്കും. 2 പാക്കറ്റ് തൈര്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, അതുപോലെ തന്നെ ശർക്കര. ഇതും ഒരു മധുരമുള്ളൊരു കറിയാണ്. ഇതിൽ ഏറ്റവും മധുരമുള്ള കറി ഇതാണ്. ലേശം ഉപ്പിടുന്നുണ്ട്. ഒരു പിടി തികച്ചില്ല, 3/4 പിടി ഉപ്പ്. ഇതിലേക്ക് ശർക്കര ചേർക്കുകയാണ്. ഇപ്പോൾ 3 6 6 2 8 എത്തി ശർക്കര ചേർത്തിട്ടുണ്ട്. ഈ ശർക്കര ഒന്ന് നല്ല അലിയട്ടെ. അലിഞ്ഞ് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറുകിയതിന് ശേഷം ഇതിലേക്ക് അരപ്പ് ചേർക്കും. അരപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരവും കടുകും പച്ചമുളകും കൂടിയാണ് അരപ്പ്. ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് ഫിനിഷ് ചെയ്ത് അതിലേക്ക് കടുകും വറമുളകും കറിവേപ്പിലയും കൂടി താളിച്ച് ഇതിൽ കൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. സിമ്പിൾ, എല്ലാം വളരെ സിമ്പിൾ. നമുക്ക് കുക്കിങ്ങിനോട് താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാം വളരെ സിമ്പിളാണ്, താല്പര്യമുള്ളവർക്ക്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. കാരണം അത് ഈ പൈനാപ്പിളൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടും. അപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ 1 സ്പൂണ് 1.25 സ്പൂൺ ഇടുന്നുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇത് വെള്ളം വറ്റുന്ന വരെ ഒന്ന് കാത്തിരിക്കാം. അപ്പോൾ ഇതിലേക്ക് അരപ്പ് ചേർക്കാൻ പോവുകയാണ്. അതായത് പച്ചമുളകും പച്ചക്കടുകും നാളികേരം കൂടി അരച്ചതിൻ്റെ അരപ്പ്. ഓക്കെ, ഒന്ന് കൂട്ടി യോജിപ്പിക്കുക, ഇളക്കി യോജിപ്പിക്കുക. എങ്ങനെ വേണമെങ്കിലും പറയാം. ഓരോ നാട്ടിലും ഓരോ വിധത്തിൽ പറയും. ഞങ്ങളുടെ ഇളക്കി യോജിപ്പിക്കുക, കൂട്ടി യോജിപ്പിക്കുക എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? കമൻറ്റ് ഇടൂ. ഇളക്കി സെറ്റായി. ഇനി ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് കുറുകിക്കോട്ടെ. വെള്ളമൊക്കെ കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ താളിപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി. ഇതിൽ കുറച്ച് മുന്തിരിയും കൂടി ഇടും, ജ്യൂസ് മുന്തിരി കാണിച്ചു തരാം. അപ്പോൾ ഇതിലേക്ക് മുന്തിരിങ്ങ ഇതുണ്ടോ, ഈ സാധനം ഇവനും കൂടി അങ്ങോട്ട് തട്ടാം. ഇവനെ അങ്ങോട്ട് തട്ടി ഇത് കറിവേപ്പിലയും കടുകും ആറ്റൽമുളകും കൂടി ഞങ്ങൾ ഇതിപ്പോൾ തയ്യാറാക്കി വെച്ചതാണ് ഈ വറവ്. കാരണം ഞങ്ങൾക്ക് ഒരുപാട് സാധനത്തിന് വേണം, അതുകൊണ്ട് മുൻകൂട്ടി തയ്യാറാക്കി വെച്ചാണ്. അത് ഇടുന്നു.
വറവിടുന്നു ഇതിലേക്ക്. മതി. അധികമായ അമൃതും വശം. എല്ലാ അളവിനെ പാടുള്ളൂ. ഇവനെ അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കുക. യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാടൻ സ്റ്റൈല്, അതായത് IMT കാറ്ററിങ്ങിൻ്റെ സ്റ്റൈല് പച്ചടിയായി, പൈനാപ്പിൾ പച്ചടി. ഇതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് എല്ലാവരുടെയും പോയി ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ ഉണ്ടാക്കണത് എങ്ങനെയാണ്, പല ആളും പലതരത്തിലാണ് ഉണ്ടാക്കണത്. ചിലവരതിൽ മുളക് പൊടി യൂസ് ചെയ്യും, പച്ചമുളകിന് പകരം പഞ്ചസാര യൂസ് ചെയ്യും, ശർക്കരയ്ക്ക് പകരം. അങ്ങനെ പലരും പല രീതിയാണ്. ഞാൻ എൻ്റെ രീതി അതാണ്. IMT, ഇറ്റ്സ് മൈ ടേസ്റ്റ്. ഓക്കെ ഗൈസ്, ദിസ് ഈസ് രാഹുൽ signing off from IMT Cutters.